Satya. എന്താ കൊച്ചു ചെയ്ത്? Satya. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയാ പിന്നെ തിരിച്ചു വരില്ലെന്നാണോ കരുതിയേ? അവരും ആ വർക്ക്ഷോപ്പും കൊച്ചനോട് എന്ത് തെറ്റാ ചെയ്തേ? പറ മോളെ. കൊച്ചൻ പാവാ, നിനക്കറിയാലോ. എന്തിനാ അവരെ അങ്ങനെ തല്ലി ചതച്ചെന്ന് പറയാൻ? അനുസരണക്കേട് കാണിച്ചാ ഞാൻ തല്ലും. എന്തനുസരണക്കേടാ അവര് നിങ്ങളോട് കാണിച്ചത്? അതെന്റെ സത്യമോളുടെ വർക്ക്ഷോപ്പല്ലേ, അവിടെ കുറച്ചേരി ഇരിക്കാന്ന് കരുതി വന്നതാ. നിന്നെ കാണുന്നതിന് സമ കൊച്ചന് ഈ വർക്ക്ഷോപ്പ്. എന്റെ ഏട്ടന്റെ അടുത്ത് വന്നിരിക്കുന്ന പോലെയാ എനിക്കിവിടെ കുറച്ച് സമയം ഇരിക്കുന്നത്. അത് പാടില്ലെന്ന് പറയാ ഇവന്മാരാരാ? ഇവിടുത്തെ കൂലിപ്പണിക്കാര്. ബന്ധങ്ങളുടെ വില ഇവറ്റകൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല മോളെ. നിർത്തുന്നുണ്ടോ നിങ്ങളുടെ കള്ളക്കരച്ചില്? ഇത് കള്ളക്കരച്ചിലല്ല മോളെ, നോക്ക്, ശരിക്കും ഒറിജിനലാ. കണ്ടോ കണ്ണീന്ന് വെള്ളം വരുന്നത്? മേലാൽ ഇവിടെ വന്ന അഭ്യാസ പ്രകടനം നടത്തിയോ? അറിയാലോ എന്നെ. കൊച്ചനാണ് കുടുംബമാണെന്നൊന്നും ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. വേഗ സ്ഥലം വിട്ടെ. പോ പോ പോ. മോളെ, ഞാനല്ല, ശരിക്കും ഇവന്മാരാ. ഇവന്മാരെന്ത് ചെയ്തുന്നാ? നിങ്ങൾ എന്താടാ ചെയ്തേ? ഞങ്ങൾ എന്ത് ചെയ്യുന്ന പപ്പേട്ടൻ പറയുന്നേ? അത് നിങ്ങള് എന്റെ മെക്കിട്ട് കയറിയിട്ട്. ഇവരെ എന്റെ പിള്ളേരാ, ഞാനാ ഇവരെ ഇവിടെ നിർത്തിയിരിക്കുന്നെ. ഇവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീണ ഈ സത്യയുടെ വിധം മാറും. ഞാനിവരെ ഒന്നും ചെയ്തിട്ടില്ല മോളെ. ഒന്നും ചെയ്യാതെയാണോ വായി മൂക്കൊക്കെ പൊട്ടിയത്? സത്യല കൊച്ചനല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ല തിരിച്ചു വരാൻ അറിയാനിട്ടല്ല ഞങ്ങക്ക്. ഗുരുവേ പോട്ടടാ, ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്ക്. ഇനി ഇതുപോലെ ഇവിടെ വന്ന് അധികാരം കാണിക്കാൻ നോക്കിയ തല്ലി കാലൊടിക്കുമാര്. എനിക്കിനി ഒരു തവണ കൂടി കൊച്ചനെ കാണാൻ വരേണ്ടി വന്ന പിന്നെ ഈ രണ്ടു കാലി നടക്കില്ല. പപ്പനാഭൻ മോളെ, നീ കൊച്ചനെ തല്ലുകയോ കൊല്ലുകയോ ഇയാളെന്ന് വിളിക്കോ പപ്പനാവാന്ന് വിളിക്കോ എന്ത് വേണം ചെയ്തോ. പക്ഷെ ഒരു അപേക്ഷയുണ്ട്. എന്തപേക്ഷ? ഈ വർക്ക്ഷോപ്പ് കൊച്ചന് തന്നേക്കോ. വെറുതെ തരണ്ട, ദാനമായിട്ട് തന്നാ മതി. ചേച്ചിയെ പറ്റിച്ച് കാശുള്ള വീട്ടിലെ ചെറുക്കനം കെട്ടി സുഖമായിട്ട് ജീവിക്കല്ലേ. ഈ പൊട്ട വർക്ക്ഷോപ്പ് ഈ പാവം കൊച്ചന് തന്നേക്ക്. ഈ വർക്ക്ഷോപ്പ് സത്യയുടെ ശ്വാസമാണ്. എന്റെ അച്ഛന്റെ ജീവനാണിത്. മറ്റെന്തിനേക്കാളും സത്യക്ക് വിലപ്പെട്ടത് ഈ വർക്ക്ഷോപ്പാ. അപ്പോ നീ ഇത് കൊച്ചന് വിട്ടു തരില്ല എന്നർത്ഥം. എന്നാ കൊച്ചനെടുത്തോ. വളരെ സന്തോഷം. പക്ഷേ അതിന് സത്യം മരിക്കണം. നീ മരിക്കണ്ട, അതിനുവേണ്ടി നിന്നെ ഞാനങ്ങ് കൊല്ലും. കൊച്ചൻ ഇപ്പൊ പോ. മോള് പറഞ്ഞ കൊച്ചൻ അനുസരിക്കും. മേലിൽ ഈ വർക്ക്ഷോപ്പിൽ വന്നു പോവരും. ഈ കൊച്ചൻ എപ്പോഴെങ്കിലും മോളുടെ ഇഷ്ടത്തിനെതിരെ നിന്നിട്ടുണ്ടോ? നീ പറഞ്ഞാൽ ഞാൻ പോവും, എവിടെ വേണേലും പോവും. മേലിൽ ഈ പഞ്ചായത്തിലേക്ക് പിന്നെ പപ്പം വരില്ല. എന്നാ പോ. ആ പോയി.
എടാ മക്കളെ, സത്യയുടെ കൊച്ചച്ഛനാണെന്നുള്ള അധികാരം കൊണ്ട് ചെയ്താ. നിങ്ങൾ വർക്ക്ഷോപ്പ് നന്നായിട്ട് നോക്കി നടത്തണം. നിങ്ങൾക്കറിയോ, ഈ വർക്ക്ഷോപ്പ് എന്റെ സത്യയുടെ ശ്വാസമാണ്, ജീവനാണ്. കൊച്ചച്ഛൻ പോവാ മോളെ. മോളെ വീട്ടിലാക്കണോ? ഒന്ന് പോയി തരുമോ? ഇല്ല, പോയി. സാരമില്ല, പോട്ടെ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. കുറച്ച് ദിവസമായി സത്യ അയാൾ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. സത്യ ഒന്നും അറിയിക്കണ്ടെന്ന് കരുതി മിണ്ടായിരുന്നതാ. നിങ്ങൾ പേടിക്കണ്ട. എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എപ്പോ വിളിച്ചാലും ഞാൻ വരും. വിളിക്കാൻ സത്യ. അല്ല, ഇന്ന് വർക്കൊന്നുമില്ലേ? ഉണ്ട്. എന്നാ പോയി പണി ചെയ്യടാ. ഡൈക്രൂ, ആശുപത്രിയിലെങ്ങാനും പോണോ? ഇതൊക്കെ എന്ത് നിസ്സാരം. സത്യം വന്നു കഴിഞ്ഞാ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാ ശരിയടാ, ഞാൻ വിക്രമനോടൊന്നും പറയാതെയാ പോകുന്നത്. ഇവിടം വരെ വന്നിട്ട് അച്ഛമ്മയെ കാണാതെ പോവാണോ? അത് ശരിയാ. ഞാൻ ആരോടും പറയാതെ പോകുന്നത് കൊണ്ട്. അച്ഛമ്മ ഇന്നലെ നിന്നെ പറ്റി ചോദിച്ചു. എന്നാ ഒന്ന് പോയി കാണാല്ലേ? പിന്നല്ലാതെ. വാ, ഞാൻ കൊണ്ടുവിടാം സത്യ. വാ. ശരിയടാ, എന്നാ പോയിട്ട് വരാം. എടുക്കടാ. ഇനി ആ പപ്പനാവനിങ്ങി വരട്ടെ, കാണിച്ചു കൊടുക്കാൻ ഞാൻ. അയ്യേ, ഇതെന്തേ കാണിച്ചു വെച്ചിരിക്കുന്നേ? കൊതുക് വല കെട്ടുന്നത് ഇങ്ങനെയാണോ? ആ, കോളനിയിലൊക്കെ ഇതുപോലെ ആയിരിക്കും. ഇവിടെ ഇരുന്ന പെയിന്റിംഗ് എവിടെ പോയി? ഇതാരുടെ ഫോട്ടോയാ? ഗാന്ധിജി നെഹ്റു ഒന്നും അല്ലല്ലോ. ഇത്ര ആരാധനയോടെ റൂമിൽ കൊണ്ടുവന്ന് തൂക്കിയിടാൻ. ആ, ഇനി ആ കോളനിയിലെ പഞ്ചായത്തിലെ ഇലക്ഷന് നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കോ? നീ എന്താടി അവിടെ ചെയ്യുന്നേ? അമ്മ ഒന്നിങ്ങ വന്നേ. എന്താ ഇത് ആരുടെ ഫോട്ടോ അമ്മേ? ഇത് നമ്മുടെ ബന്ധുക്കളുടെ ആരുടെങ്കിലും ആണോ? ഏയ്, സുധിയുടെ ഏതെങ്കിലും ഫ്രണ്ട് ആയിരിക്കും അമ്മേ. അല്ലാതെ ഇവിടെ വെക്കാൻ വഴിയില്ലല്ലോ. അതെ, ഇത് ആരുടെ ഫോട്ടോയാ സുധി? അത് സത്യയുടെ അച്ഛന്റെ ഫോട്ടോയാ. ഇതെന്തിനാ ഇവിടെ തൂക്കിയിട്ടത്? ഒന്നുമില്ല, അവൾക്ക് അച്ഛനെ വലിയ കാര്യമാണ്. ആയിക്കോട്ടെ, പക്ഷെ ആ ഇഷ്ടം കാണിക്കേണ്ടത് അവളുടെ വീട്ടിലാ, അല്ലാതെ ഭർത്താവിന്റെ വീട്ടിലല്ല. മോനെ, മരിച്ചവന്റെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കുന്നത് നല്ലതല്ല. അമ്മേ, അത് ഏത്? ഈ വീട്ടിൽ അധികാരം സ്ഥാപിച്ചെടുക്കാനുള്ള അവളുടെ അടപാടാത്. അവളല്ല, ഞാൻ ആ ഫോട്ടോ അവിടെ തൂക്കിയത്. എങ്കിൽ എത്രയും പെട്ടെന്ന് അത് അവിടുന്ന് എടുത്തു കളയും. സത്യക്ക് അത് ഇഷ്ടപ്പെടില്ല. അവളുടെ ഇഷ്ടം നോക്കിയാണോ നീ ജീവിക്കുന്നത്? ആ, ഇത് നമ്മുടെ വീടാ, അതായത് നിന്റെ വീട്. ഇവിടെ എന്ത് വേണം എന്ത് വേണ്ടാന്ന് തീരുമാനിക്കുന്നത് സത്യമൊന്നുമല്ല, നീയാ. ആ ഫോട്ടോ അവിടെ കടന്നു കരുതി വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഓ, ബുദ്ധിമുട്ടുണ്ട്. നീ അത് മാറ്റുന്നുണ്ടോ അതോ ഞാനതെടുത്ത് വലിച്ചെറിയണോ? ഏയ് ചേച്ചി, ചേച്ചി അതിൽ തൊട്ടു പോകരുത്. അതെന്താ?
ഇതിവിടുന്ന് മാറ്റണോ വേണ്ടിയോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതിൽ ആലോചിക്കാൻ മാത്രം എന്താണ് ഇരിക്കുന്നേ? സത്യയെ നിലയ്ക്ക് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നിന്റെ അവസ്ഥ എന്താണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പറയാ, നീ നിന്റെ നില മറന്ന് ജീവിക്കരുത്. എടാ, ഇങ്ങനെ ജീവിച്ചിട്ട് എന്തിനാടാ? ആ പെണ്ണാണോ ഇപ്പൊ നിന്നെ നിയന്ത്രിക്കുന്നത്? കഷ്ടം തന്നെ. അച്ഛമ്മേ, ഇതാരാ? ഞാൻ സ്വപ്നം കാണുകയാണോ? ആ, ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെങ്കില് അച്ഛമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വപ്നം കാണേണ്ടി വരും. ഇതെന്താ സ്കൂട്ടറിൽ ഇവന്റെ കൂടെ? പിന്നെയും വർക്ക്ഷോപ്പിൽ വന്ന് കൂടിയോ നീ? അങ്ങനെ വർക്ക്ഷോപ്പ് ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ അച്ഛമ്മ. ആ, എന്താ അച്ഛമ്മ കഴിക്കാൻ? കുറച്ച് കപ്പപ്പുഴുക്കും ഉണക്കമീൻ വറുത്തതും ഉണ്ട്. മതിയോ? ആ, ഓ മതി. ഡാ, നീ കയറി വാ, കപ്പപ്പുഴുക്ക് കഴിച്ചിട്ട് പോ. വേണ്ട വേണ്ട, സത്യ കഴിച്ചിട്ടോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സത്യം ഇല്ലാത്തോണ്ട് എന്നെ ലോമാർക്ക് പേടിയുള്ളൂ. ജോലി ചെയ്യാതിരിക്കുകയായിരിക്കും അവിടെ. അച്ഛമ്മേ, ടാറ്റാ. എന്താ നീ ഇപ്പൊ വന്നേ? ആ, എനിക്ക് വർക്ക്ഷോപ്പ് വരെ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. സുധി എവിടെ? നല്ല ഉറക്ക. ഉറക്കോ? എന്നിട്ട് നീ അവനോട് പറയാതെയാണോ വന്നത്? അച്ഛമ്മ പണ്ട് എനിക്കൊരു കഥ പറഞ്ഞു തന്നത് ഓർമ്മയില്ലേ? ഉറങ്ങുന്നവരെ വിളിച്ചുണർത്തരുത്, നിർബന്ധിച്ച് വിളിച്ചാൽ വിരുന്ന് മുടക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ. നീ എന്തു പണിയാ മോളെ കാണിച്ചത്? നീ ഇങ്ങോട്ട് പോന്നത് അവിടെ മറ്റാർക്കെങ്കിലും അറിയോ? ആർക്കും അറിയില്ല. ഈശ്വരാ, നീ എന്താ ഈ പറയുന്ന മോളെ? സുധിയുടെ അമ്മയോടെങ്കിലും പറഞ്ഞിട്ട് പോരാമായിരുന്നില്ലേ നിനക്ക്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ട് പോന്നതാ. എന്ത് കാര്യം? അതൊക്കെ കപ്പപ്പുഴുക്ക് കഴിച്ചിട്ട് പറയും. വാ, ഹാ, വന്നേ. വാ. എങ്ങനെയുണ്ട്? മോക്ക് ഇഷ്ടായോ? അടിപൊളിയായിട്ടുണ്ട്. അമ്മക്കിരിപ്പുണ്ടോ? റേഷൻ കടയിൽ നിന്ന് വരുമ്പോ വിശന്ന് അടുക്കള കയറി നോക്കുമ്പോ ഉണ്ടാക്കി വെച്ച കപ്പയും മീനും എവിടെയെന്ന് ചോദിക്കോ? അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. എന്റെ മോള് വയറ് നിറച്ച് കഴിച്ചു. അല്ല, വർക്ക്ഷോപ്പിൽ വെറുതെ വന്നതാ നീ? വെറുതെ അല്ല, ഒരു തല നിറച്ചവനെ കാണാൻ വന്നതാ. എടി, നീ പിന്നെയും തല്ലാനും ഇടിക്കാനും തുടങ്ങിയോ? എന്റെ വർക്ക്ഷോപ്പിലെ പിള്ളേരെ കൈവച്ച ആരുടെ മോനായാലും സത്യം വെറുതെ വിടില്ല. ആര് കൈവച്ചെന്നാ നീ പറയുന്നേ? അച്ഛമ്മയുടെ മോൻ തന്നെ, പപ്പനാവൻ. അവനാണോ? ഇക്രൂനെയും കുരുവിയും നത്തോലിയും ഒക്കെ തല്ലിച്ചതച്ചു. വകതിരിവില്ലാത്ത സന്തതി. അവനെന്താ ഭ്രാന്തായോ? ആ ഭ്രാന്ത് ഞാൻ മാറ്റും. കൊച്ചച്ഛൻ മാത്രമല്ല, ഗുണ്ടകളെയും കൊണ്ടാ വന്നത്. അവനെന്താ വേണ്ടത്? വർക്ക്ഷോപ്പ്. അവിടെയുള്ളവരെ ഒഴിപ്പിക്കാൻ വേണ്ടി കൊച്ചച്ഛൻ അവരെ തല്ലുമായിരുന്നു. ഇക്രു ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ടാ ഞാൻ അറിഞ്ഞത്. അവൻ കൊള്ളരുതാത്തവനാ മോളെ. നീ അവനോട് കൂട്ടുകൂടി നടന്നപ്പോഴെല്ലാം അച്ഛമ്മ എതിർത്തത് അതുകൊണ്ട് തന്നെയാ. ഞാൻ കൊച്ചച്ഛന്റെ കൂട്ടുകൂടിയതേ കൊച്ചച്ഛന്റെ കയ്യിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയായിരുന്നു. അതൊക്കെ ഇപ്പോഴല്ലേ അച്ഛമ്മ അറിയുന്നത് മോളെ. വർക്ക്ഷോപ്പ് പോയിട്ട് അവിടെ നിന്നൊരു മുട്ടുസൂചി എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. കൊറേയായി അവനതിൽ കണ്ണും വെച്ച് നടക്കുന്നു. മോളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി അച്ഛമ്മ പറയാതിരുന്നതാ. പറയാതിരുന്ന എല്ലാം നഷ്ടപ്പെട്ടിട്ടേ പിന്നെ വിവരം അറിയുള്ളൂ. മുമ്പൊരിക്കൽ കൊച്ചച്ഛൻ വർക്ക്ഷോപ്പിന്റെ ആധാരം എടുത്ത് മറ്റാർക്കോ കൊടുത്തത് ഓർമ്മയില്ല. മോളെ കൊണ്ടാവില്ല അവനെ എതിർക്കാൻ. ഇപ്പൊ അവൻ വീട് വിൽക്കണോന്ന് പറഞ്ഞ് നടക്കുക. വീട് വിൽക്കാനോ? നീയും ദിവ്യയും പോയത് പിന്നെ ഈ വീട്ടിൽ ഞാനും നിന്റെ അമ്മയും മാത്രമല്ലേ ഉള്ളൂ.
വീട് വിൽക്കാൻ സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോ ഭീഷണി തുടങ്ങി. എന്ത് ഭീഷണിയായാലും വേണ്ടില്ല, സമ്മതിക്കരുത് അച്ഛമ്മ. വീട് വിറ്റ പിന്നെ നിങ്ങൾ എങ്ങോട്ടേക്കാ പോവാ? അതൊന്നും അവന്റെ വിഷയമല്ല മോളെ. ഭാര്യയും മക്കളെയും കൂട്ടി ഇവിടെ വന്ന് താമസിക്കുന്നും പറഞ്ഞ കഴിഞ്ഞ ദിവസം പോയത്. അപ്പൊ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോൾ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. അതൊക്കെ വേണ്ട വിധത്തിൽ അച്ചമ്മ കൈകാര്യം ചെയ്തോളാം. മോള് വേഗം കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. അവരവിടെ മോളെ കാണാഞ്ഞു വിഷമത്തിലാവും. ഒന്ന് ഫോൺ ചെയ്ത് പറയാറുന്നില്ലേ നിനക്ക്? എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. വൈകണ്ട, അമ്മ വന്നാ ഞാൻ പറഞ്ഞോളാം. അച്ഛമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ടെൻഷൻ അടിക്കും. ആ സുജിത എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കുക എന്ന് പറയാൻ പറ്റില്ല മോളെ. മോള് വേഗം ചെല്ലേ. പോവാം. അത് സുജിത എന്തെങ്കിലും പറഞ്ഞുണ്ടാക്കുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. സുധി ഉണരുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ വിഷമിക്കും, അതുകൊണ്ടാ. വേഗം കഴിക്കും മോളെ. എന്റെ പൂജ അവളുടെ കാര്യമൊന്നും പറയണ്ട. തോന്നുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവും. ഇനി എപ്പോഴാ കേറി വരുന്നെന്ന് ആർക്കറിയാം. ആ, ഞാൻ നിന്നെ വിളിക്കാം. ഓ, വന്നോ? ഇന്ന് രാവിലെ കിടക്കപ്പായിന്ന് എഴുന്നേറ്റ് പോയതാണല്ലോ. ഭർത്താവ് അറിയാതെ ഏതവനെ കാണാൻ അടി നീ പോയത്? ദേ, സൂക്ഷിച്ച് സംസാരിക്കണം. നീ അടി സൂക്ഷിക്കേണ്ടത്. ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ അടുത്തുനിന്ന് ആരും അറിയാതെ ഇറങ്ങിപ്പോയിട്ട് തോന്നിയതുപോലെ കേറി വന്നിട്ട് പ്രസംഗിക്കുന്നോ നീ? ദേ, ഇത് സ്ഥലം വേറെയാ. നിന്റെ ജീവിത രീതി ഇവിടെ വേണ്ട. അന്തസ്സില്ലാത്തവരോട് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. എടി, അതെ, തോന്നുമ്പോ ഇറങ്ങിപ്പോവാനും തോന്നുമ്പോ കേറി വരാനും ഇത് സത്രമല്ല. അമ്മേ, ഞാൻ വീട്ടിൽ പോയതായിരുന്നു. ഏത് കാട്ടിൽ പോയതാണെങ്കിലും നിന്നെ കെട്ടെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഒരാളില്ലേ ഈ വീട്ടില്? അവനോടൊന്ന് ചോദിച്ചിട്ട് പോകാനുള്ള കോമൺ സെൻസ് ഇല്ലേ നിനക്ക്? എവിടേക്കെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയാലെന്താ? അത് ഞാൻ പറഞ്ഞിട്ടൊക്കെ പോയാ അതൊരു കുറച്ചിലായി പോവില്ലേ അവൾക്ക്? എടാ, ഈ കോളനി പിള്ളേര് എത്രയായാലും കോളനി പിള്ളേര് തന്നെയാ. അവറ്റകളുടെ സ്വഭാവം അവറ്റകൾ കാണിക്കാതിരിക്കില്ല. എന്നോടുള്ള ദേഷ്യത്തിന് കോളനിയിലുള്ളവരെ മൊത്തം അടച്ചു പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ളവർക്കൊരു മാന്യതയുണ്ട്, അതില്ലാതാക്കരുത്. അമ്മ, ഡി പറയടി, നീ ഏതവന്റെ കൂടെ അടി ഇറങ്ങിപ്പോയത്? ചേച്ചിയുടെ സ്വഭാവം കുറെയൊക്കെ നിനക്കും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇതിനുള്ള മറുപടി ഒറ്റയടിക്കാൻ 32 പല്ലും കൊഴിച്ച് താഴെ ഇട്ടതിന് ശേഷം പറഞ്ഞാൽ മതിയെന്ന് എനിക്കറിയാം. പിന്നെ ഞാനത് ചെയ്യാതിരിക്കുന്നത് എന്റെ സംസ്കാരം കൊണ്ടാണ്. കഷ്ടം. നിന്റെ കാര്യം ഓർക്കുമ്പോ സങ്കടം വരിക. എങ്ങനെ കെട്ടാൻ തോന്നി നിനക്ക് ഈ ആണും പെണ്ണും കെട്ട സാധനത്തെ? ഹോ. ചേച്ചി എന്തു പറഞ്ഞു എന്നുള്ളത് എനിക്ക് വിഷയമല്ല. ഞാൻ പറയുന്നത് സുധിക്ക് മനസ്സിലാവണം. എന്നാ പറഞ്ഞു തൊലയ്ക്ക്. നീ എവിടെയാ പോയത്? പറഞ്ഞല്ലോ, വർക്ക്ഷോപ്പിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇക്രൂനെ മറ്റും എന്റെ കൊച്ചച്ഛൻ തല്ലി തകർത്തു. വർക്ക്ഷോപ്പ് സ്വന്തമാക്കാൻ വേണ്ടിയുള്ള കൊച്ചച്ഛന്റെ കളിയല്ല. അവിടുത്തെ പ്രശ്നങ്ങള് കുറെയൊക്കെ എനിക്കറിയാം.
എന്നിട്ട് സുധി എന്തുകൊണ്ട് അതിനെക്കുറിച്ച് എന്നോടൊന്നും പറഞ്ഞില്ല? നീ ആദ്യം എന്റെ ചോദ്യത്തിന് മറുപടി പറ. ഇവിടുന്ന് പുറത്തു പോകുമ്പോ എന്നോട് ചോദിക്കാതെ നീ എന്തിനു പോയി? സുധി അപ്പൊ നല്ല ഉറക്കമായിരുന്നു. വിളിച്ച് ശല്യപ്പെടുത്തണ്ടെന്ന് തോന്നി. എന്നാ ഇവിടെ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ട് പോവായിരുന്നില്ലേ? ഫോണിലൂടെ ഇക്രുവിന്റെ കരച്ചിൽ കേട്ടപ്പോ ഞാൻ ശരിക്കും പേടിച്ചു പോയി. പിന്നെ ഞാൻ ഒന്നും ആലോചിച്ചില്ല.